ഗാസയിലെ വീടുകൾ തകർക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചിരുന്ന കവചിത ബുൾഡോസറുകളുടെ വിതരണം മരവിപ്പിച്ച യുഎസ്. ഗാസയിലെ ബുൾഡോസർ ആക്രമണത്തിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയർന്നതും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ബൈഡൻ ഭരണകൂടത്തിനേറ്റ പരാജയവുമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ യുഎസിനെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. 130 D9 ബുൾഡോസറുകളുടെ വിതരണം യുഎസ് നിർത്തിവച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടുത്തിടെ അമേരിക്കൻ യന്ത്ര നിർമ്മാതാക്കളായ കാറ്റർപില്ലറുമായി ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയം ബുൾഡോസർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന് ഇടയിലാണ് വിൽപ്പന മരവിപ്പിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നത് എന്ന് ഇസ്രയേൽ പത്രമായ യെദിയോത് അഹ്റോനോത്ത് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രയേൽ ബുൾഡോസറുകൾക്കുള്ള പണം വളരെ മുൻപ് തന്നെ അമേരിക്കയ്ക്ക് നൽകിയതാണ് എന്നും ഇനി അവയുടെ ഇറക്കുമതിക്കായി കാത്തിരിക്കുകയാണ് എന്നും ഇസ്രയേൽ സെക്യൂരിറ്റി സോഴ്സുകളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത തീരുമാനം ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് തിരിച്ചടിയാവുമെന്നാണ് സൂചനകൾ. ഗാസയ്ക്ക് പുറമെ ലെബനനിലും ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതോടെ D9 ബുൾഡോസറുകളുടെ ആവശ്യകത ഇസ്രയേലിന് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി കാരണം ഗാസയ്ക്കും നഖാബ് മരുഭൂമിക്കുമിടയിൽ ഒരു ബഫർ സോൺ സ്ഥാപിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയുമേറ്റിട്ടുണ്ട്. ഈ ബഫർ സോണിൽ ഗാസയിലെ 100 കണക്കിന് പലസ്തീൻ കാർഷിക മേഖലകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ബുൾഡോസർ കയറ്റുമതി മരവിപ്പിച്ചതിനൊപ്പം ഇസ്രയേലിലേക്കുള്ള ബോംബ് കയറ്റുമതിയും ഭാഗികമായി വാഷിംഗ്ടൺ തടഞ്ഞുവച്ചു. അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് IOF ഏകദേശം 1300 ബോംബുകൾ ഓർഡർ ചെയ്തിരുന്നു. ഇവയ്ക്ക് ഓരോന്നിനും ഏകദേശം 1 ടൺ ഭാരമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ബോംബുകളുടെ പകുതി ഭാഗം ഇതിനകം കയറ്റി അയച്ച് കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവ ഇപ്പോഴും യുഎസിന്റെ പക്കൽ തന്നെയാണ്. ഈ ബോംബുകൾ നൽകിയാൽ ഗാസയിലെ സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് പുതിയ തീരുമാനമുണ്ടായത്. ഒക്ടോബർ 7 മുതൽ അമേരിക്ക ഇസ്രയേലിന് വലിയ രീതിയിൽ ആയുധങ്ങൾ കയറ്റി അയച്ചിട്ടുണ്ട്. അതിൽ 20,000-ലധികം ഗൈഡഡ് ബോംബുകൾ, 3000 മിസൈലുകൾ, വിമാനങ്ങൾ, വെടിമരുന്ന്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഗാസ സിറ്റിയിലെ സബ്രയിൽ നടന്ന ആക്രമണത്തിൽ 5 പേരും മരിച്ചു. ഹമാസ് വീണ്ടും സംഘടിക്കുന്നെന്ന് പറഞ്ഞാണ് ഒക്ടോബർ 6-ന് ഇസ്രയേൽ വടക്കൻ ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയത്. വടക്കൻ ഗാസയെ ഇസ്രയേൽ ഉപരോധിച്ചിരിക്കുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ഗാസയിലെ സഹായ വിതരണം മെച്ചപ്പെടുത്താൻ ഒക്ടോബർ 15-ന് യുഎസ് ഇസ്രയേലിന് നൽകിയ 30 ദിവസത്തെ സമയപരിധി ബുധനാഴ്ച അവസാനിക്കും. വിതരണം മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ സൈനിക സഹായത്തിനുള്ള തുക പിടിച്ചുവെക്കുമെന്നാണ് യുഎസിന്റെ ഭീഷണി. വടക്കൻ ഗാസയിൽ ക്ഷാമം ആസന്നമാണെന്ന് ലോകാരോഗ്യ സംഘടന ശനിയാഴ്ചയാണ് മുന്നറിയിപ്പ് നൽകിയത്. വെടിനിർത്തൽ കരാറിന് ഇരുപക്ഷവും കൂട്ടാക്കാത്തതിനെ തുടർന്ന് ചർച്ചകളുടെ മധ്യസ്ഥ സ്ഥാനത്തു നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തറും അറിയിച്ചു. ജബീൽ ജില്ലയിലെ അൽമാഡ് ഗ്രാമത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് 3 കുട്ടികൾ ഉൾപ്പെടെ 20 ലബനീസ് പൗരന്മാർ മരിച്ചത്. 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സെപ്റ്റംബർ അവസാനം മുതലാണ് ലബനനിലെ ഹിസ്ബുള്ളയ്ക്കു നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത്. ഗാസയിലെ സഹായ വിതരണം മെച്ചപ്പെടുത്താൻ ഇസ്രയേലിന് യുഎസ് നൽകിയ സമയപരിധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ആക്രമണം ശക്തമായത്. ഗാസയിലെ ജബലിയയിൽ ഒരു വീടിന് നേരെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 13 കുട്ടികൾ ഉൾപ്പെടെ 25 പേർ മരിച്ചുവെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.